പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. ബൈബിളിലെ ഏറ്റവും അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം എന്താണെന്ന് ഒറ്റ വാക്കിൽ പറയാം. വേഗത്തിൽ സംഭവിക്കാനുള്ളത് ഈ പഠനത്തിൽ കേൾക്കുക. അനീതി നിറഞ്ഞ ലോകത്തെ നീതിമാനായ ദൈവം ന്യായം വിധിക്കുന്ന വിവരണങ്ങളുള്ള വെളിപ്പാട് പുസ്തക പഠനം. മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തു ലോകത്തെ അറിയിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാഭിവാദനങ്ങൾ. ഭാവിക്കും ഭൂമിക്കും വേണ്ടി ഇന്നത്തെ ലോക രാജ്യ നേതാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിമാന്മാരും ഒരുമിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഭാവിക്കും ഭൂമിക്കും വേണ്ടി ദൈവത്തിൻ്റെ കാര്യപദ്ധതികൾ, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വെളിപ്പെടുത്തുന്ന അനുഗ്രഹീത സത്യങ്ങളാണ് വെളിപ്പാട് പുസ്തക പഠനം. ഈ പഠനത്തിൽ നമ്മളെ നയിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ജോൺ പി തോമസ് സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. ഈ പഠനത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശത്തിൻ്റെ കേൾവി നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് സാറെ ചോദിക്കാനായിട്ടുള്ളത് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തലയിൽ ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 11-ാം വാക്യത്തിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ 13-ന്റെ 1-ൽ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുള്ളൊരു മൃഗവും അത് സമുദ്രത്തിൽ നിന്ന് കയറുന്നു. ഭൂമിയിൽ നിന്ന് മറ്റൊരു മൃഗം കയറുന്നത് 11-ാം വാക്യത്തിലും വായിക്കുന്നു. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്ന് വിശദീകരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുക, 13-ാം അധ്യായത്തിൻ്റെ വിഷയം സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം നടക്കുന്ന വിഷയമാണ്. സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ദൈവജനത്തെ മാറ്റുന്ന സംഭവം അല്ലേ? മാറ്റുന്ന സന്ദർഭം. നമ്മൾ നേരത്തെ പഠിച്ചു, വെളിപാട് പുസ്തകത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നീ കണ്ടത് 1-ാം വാക്യത്തിൽ എഴുതി. അതെ. ഇപ്പോഴുള്ളത് 2-3 അധ്യായത്തിൽ മേലാൽ സംഭവിക്കുമ്പോൾ 4-ാം അധ്യായം തുടങ്ങി. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 4-ാം അധ്യായം തുടങ്ങി സഭ മാറ്റപ്പെട്ട ശേഷം, സഭായുഗം കഴിഞ്ഞ ശേഷം, ഉൽപ്രാവണത്തിന് ശേഷം നടക്കുന്ന വസ്തുതകൾ, ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ്. ഈ സഭ മാറ്റപ്പെട്ടതിന് ശേഷം എന്ന് സാറ് പറയുമ്പം ഏത് സഭയുടെ കാര്യമാണ് പറയുന്നത്? എല്ലാ സഭകളിലും രക്ഷിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്. അത് ശരി. അവരെ എല്ലാവരും കൂടെ ചേർത്താണ് കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും. അതായത് സഭാ വിഭാഗങ്ങൾക്ക് അതീതമായി ഓരോ സഭകളിലും യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ജീവിതം സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനമുണ്ട്. അവരാണ് അങ്ങനെ മരിച്ചുപോയവരുമുണ്ട്, ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. അങ്ങനെ മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും കൂട്ടുന്നതാണ് സർവ്വലോക സഭ. അവരെയാണ് മധ്യാഹ്നത്തിലേക്ക് കർത്താവ് എടുക്കുന്നത്. തന്റെ ജനത്തെ ചേർക്കാനാണ് വരുന്നത്. ആ എടുത്തുകൊള്ളപ്പെടുന്നതിന്റെ പേരാണ് ഉൽപ്രാവണം. നാം എടുത്തുകൊള്ളപ്പെടുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നു. അതിന്റെ ശേഷം ഈ ഭൂമിയിലെ നടക്കുന്ന വസ്തുതകൾ ഏർപ്പെടുത്തുമ്പോൾ ലോക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും അതിഭയാനകമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു ഭരണകൂടം ലോകത്തിൽ എഴുന്നേൽക്കും. ആ ഭരണകൂടത്തെ ദൈവം മനസ്സിലാക്കി തരുന്നത് ഈ വിധത്തിലാണ്. മൃഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, വെളിപാട് പുസ്തകത്തിൽ സിംബൽസിലൂടെ
രൂപകാലങ്കാരത്തിലൂടെയാണ് സത്യങ്ങൾ ദൈവം മനസ്സിലാക്കി തരുന്നത്. അത് ശരി. ഈ മൃഗമെന്ന് പറയുന്നത് ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണകർത്താവാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ ആദ്യം പറയാം. അത് ബൈബിളിലുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ലോക സാമ്രാജ്യങ്ങൾ 4 ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിംബത്തെ ദൈവം കാണിച്ചു കൊടുക്കുന്നു നെബൂഖദ്നേസറിന്. ഓക്കെ. തങ്കം തലകൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അര താമ്രം കൊണ്ട്, കാല് ഇരുമ്പും കളിമണ്ണും കൊണ്ട്, കാൽപാദം ഇരുമ്പും കളിമണ്ണും. അപ്പൊ ഈ 4 ലോഹങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് അവിടെ വളരെ വിശദമായി പറയുന്നുണ്ട് തങ്കം കൊണ്ടുള്ള തല അങ്ങാണെന്ന് വ്യാഖ്യാനിച്ച് ദാനിയേൽ കൊടുത്തു. അന്നത്തെ ബാബിലോൺ രാജാവ് ബാബിലോൺ കഴിഞ്ഞ് പിന്നെ അതിലും ഇച്ചിരൂടെ ഇൻഫീരിയറായ ഇതാണ് വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും, മേജറും പാർശ്വരും ഭരണകൂടം വന്നു. അത് കഴിഞ്ഞ് ഇച്ചിരൂടെ കുറച്ച് ഒരു ഭരണകൂടമാണ് ഗ്രീക്ക് സാമ്രാജ്യം. അത് കഴിഞ്ഞ് ഇരുമ്പ് പോലെ ബലമുള്ള റോമൻ സാമ്രാജ്യം വന്നു. അതിന്റെ അവസാനത്തില് ഇനി നമുക്ക് ഇന്ന് പഠിക്കുന്ന വിഷയത്തോട് വന്ന പ്രാധാന്യതയുണ്ട്. 10 വിരലുകൾ നിൽക്കുന്ന കാൽപാദം. ആ കാൽപാദം ഇരുമ്പും കളിമണ്ണും കൂടെ ചേർന്ന് കൈ തൊടാത്തൊരു കല്ല് പറഞ്ഞു വന്ന് അടിക്കുന്നത് ആ കാൽപാദത്തില്. അതിന് 10 വിരലുകളാണ്. ഇവിടെ കാണുമ്പോൾ ഈ മൃഗത്തിന് 10 കൊമ്പാണ്. അതെ, അങ്ങനെ 10 കൊമ്പ് ഉണ്ട്. എന്നാൽ ഇനിയും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഈ 2-ാം അധ്യായത്തിൽ ലോക സാമ്രാജ്യമാണെന്ന് വെളിപ്പെടുത്തിയത് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാനിയേലിന് ദൈവം ഒരു സ്വപ്നം കാണിക്കുന്നുണ്ട്, ദർശനം. ആ ദർശനത്തിൽ ഈ 4 സാമ്രാജ്യങ്ങളെ 4 ഘോര മൃഗങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. 7-ാം അധ്യായത്തിൽ വായിക്കും. ദൈവം സമുദ്രത്തെ ഇളക്കിയപ്പോൾ തമ്മിൽ ഭേദിച്ച 4 മൃഗങ്ങൾ ഒന്നിന്റെ പിറകെ ഒന്നായി എഴുന്നേറ്റ് വരുന്നു. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ കണ്ട ഈ മൃഗങ്ങള് എഴുന്നേൽപ്പാനിരിക്കുന്ന രാജാക്കന്മാരാണ്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ബാബിലോൺ സാമ്രാജ്യത്തെ ഒരു മൃഗത്തെ കൊണ്ട്, മേത്യരെയും പാർശ്വരെയും കരടിയെ കൊണ്ട്, ഇങ്ങനെ ഓരോ ബാബിലോൺ സാമ്രാജ്യത്തെ സിംഹം, അതിന്റെ പ്രൗഢി, മറ്റേ ലോകത്തിൽ സ്വർണം, അത് കഴിഞ്ഞപ്പോൾ കരടി, അത് കഴിഞ്ഞപ്പോൾ പുള്ളിപ്പുലി, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വേഗത. നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ 4-ാമത്തെ മൃഗം ഘോരവും ഭയങ്കരമായ മൃഗം. അത് ചവിട്ടുകയും കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് ദാനിയേലിന് വർണ്ണിപ്പാൻ വയ്യാത്ത വിധത്തിൽ അത് ഏത് രൂപമാണെന്ന് പറയാതെ ഘോരവും ഭയങ്കരമായ മൃഗം എന്ന് പറയും. അത് വളരെ വ്യക്തമായി നമുക്കറിയാം. 4-ാമത് ഉത്ഭവിച്ച സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 2-ാം അധ്യായത്തിൽ ലോക സാമ്രാജ്യങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ വരച്ചു കാണിച്ചത്, ഈ സാമ്രാജ്യങ്ങളെ വരച്ചു കാണിച്ചത് ഈ ബിംബത്തിന്റെ വ്യത്യസ്ത ലോഹങ്ങളിലൂടെയാണ്. അതേ സത്യം 7-ാം അധ്യായത്തിൽ ഒരു ദൈവദാസന് കാണിച്ചു കൊടുത്തത് ഘോരമായ മൃഗങ്ങളിലൂടെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ 2 വ്യത്യസ്തമായ രീതിയിൽ കാണിച്ചു കൊടുത്തത്? പല ചിന്തകളുണ്ട്. ഒന്ന്, ഈ നല്ല ഒരു ലോഹബിംബം 4 വ്യത്യസ്ത ലോഹങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട തങ്കം കൊണ്ടുള്ള തല, വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും, താമ്രം കൊണ്ടുള്ള അര, ഇരുമ്പ് കൊണ്ട് ഉള്ള അര, കാൽപാദങ്ങൾ ഇരുമ്പും കളിമണ്ണും. അത് നോക്കിയാൽ അതിനകത്ത് പുകഴാനുണ്ട്. രക്ഷിക്കപ്പെടാത്ത നെബൂഖദ്നേസർ കണ്ട കാഴ്ചപ്പാടാണ്. ഒരു നാച്ചുറൽ മാൻ ലോകത്തെ നോക്കുമ്പോൾ, സാമ്രാജ്യങ്ങളെ നോക്കുമ്പോൾ അവന് പുകഴാൻ പലതും ഉണ്ട്. എന്നാൽ ഒരു ദൈവദാസനെ ദൈവം കാണിച്ചപ്പോൾ അവന്റെ കാഴ്ചപ്പാട് ഇതെല്ലാം സ്വന്തം തൃപ്തിക്ക് വേണ്ടി കടിച്ചു കീറുന്ന മൃഗങ്ങൾ മാത്രമാണ്. അവരുടെ ആ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഇവരെല്ലാം ഈ ഘോര മൃഗങ്ങളൊക്കെ നിലനിൽക്കുന്നത് മറ്റുള്ളവരെ തിന്ന് ജീവിക്കണമെന്നുള്ള ചിന്തയാണ്. അവരുടെ ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കും. ഒരു ദൈവദാസന്റെ കാഴ്ചപ്പാടിൽ ലോക സാമ്രാജ്യം, ഒരു 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 രക്ഷിക്കപ്പെടാത്തവന്റെ കാഴ്ചപ്പാട്. ഈ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തിയപ്പോൾ ഈ ഭരണകർത്താക്കളെ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തെ വരച്ചു കാണിച്ചത് വീണ്ടും ഒരു മൃഗത്തിലൂടെയാണ്. അത് വളരെ യോജിച്ചു പോകുന്നു, അല്ലേ? യോജിച്ചു പോകുന്നു. ഇന്ന് ലോകത്തിൽ പല സാമ്രാജ്യങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ, ലോകമനുഷ്യർ നോക്കുമ്പോൾ പലതും പോഴാൻ കാണും. അതെ അതെ. എന്നാൽ ദൈവം തന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇതൊക്കെ കടിച്ചു കീറുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. അന്യോന്യം വഞ്ചിച്ചും അന്യോന്യം കാലുവാരിയും, അല്ലെ, അഴിമതിയും അക്രമവും കൊടുത്തു വാഴുന്നതായിരിക്കുന്ന സാമ്രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെ ദൈവം, കർത്താവ്, കരുണയുള്ള ദൈവം ഈ അന്ത്യകാലത്ത് വരുന്ന 2 വ്യത്യസ്ത ഭരണ നേതൃത്വത്തെ നമുക്ക് വരച്ചു കാണിക്കുക. ഒന്ന്, സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. അതെ, സമുദ്രത്തിൽ നിന്ന്. ഈ സമുദ്രം 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കിയാട്ടെ, ഈ വെള്ളം എന്താണെന്ന്. 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 17-ന്റെ 15-ാമത്തെ വാക്യത്തിൽ, പിന്നെയും അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. വെള്ളം പല വിധത്തിൽ തിരുവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ആ വെള്ളം ജനസമുദ്രമാണ്. നമ്മൾ പറയാറുണ്ടല്ലോ ജനസമുദ്രം. അതെ അതെ, സാധാരണ ഉപയോഗിക്കുന്നത് മാസസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ വലിയ ഒരു സമൂഹം.
നമ്മൾ പുരാതന കാലത്ത് നോക്കിയാലും ഈ 4 ഘോരമൃഗങ്ങൾ കയറി വന്നത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് മഹാസമുദ്രത്തിൽ ഇളക്കിയപ്പോഴാണ്. അവിടുത്തെ രാഷ്ട്രീയ സംഹിതികളാണ് അവർ എഴുന്നേറ്റ് വരാൻ ഇടയാക്കി മാറ്റിയത്. അതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ അന്ത്യത്തിൽ ലോകരാജ്യങ്ങൾക്ക് അസ്വസ്ഥതയും ഒക്കെ സംഭവിക്കുമ്പോൾ ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരും. വേദപുസ്തകം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഭരണകർത്താക്കൾ ദേ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദ ടൈം ആൻഡ് ദ പീപ്പിൾ. അപ്പോൾ ശൗലിനെ വേണമെന്ന് ജനങ്ങള് കരയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ആ ജനങ്ങളുടെ മനസ്സിന് ഒതുങ്ങുന്ന ഇണങ്ങിയ ഒരു മനുഷ്യനെ അല്ലേ എഴുന്നേൽപ്പിച്ചു കൊടുത്തേ? ഹീസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അവർ എഴുന്നേൽക്കുകയാണ്. ഹിറ്റ്ലർ 1930 ജർമ്മനി സാമ്പത്തികമായി തകർന്നു, ഫാക്ടറികൾ അടച്ചുപൂട്ടി, സാധാരണ മനുഷ്യന് ജോലിയില്ല. ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ ഒരു ഫാക്ടറി വർക്കറാണ്. അദ്ദേഹം ജനങ്ങൾക്ക് ആവേശം കൊടുത്ത് പ്രസംഗിച്ച് അദ്ദേഹം ഒരു പ്രതീക്ഷ കൊടുത്തപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. ജർമ്മനിയിൽ സംഭവിച്ചതാണ്. സോ ഹീ ഈസ് ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് ദ ടൈം. അതിന്റെ ശേഷമാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാണ് താൻ ഒരു സ്വച്ഛാധിപതിയായി മാറുന്നത്. പക്ഷേ ഹിറ്റ്ലറും അധികാരത്തിൽ വരുന്നത് ഈ ജനങ്ങള് ആ വിധത്തിലൊരു സാഹചര്യം ഒരുങ്ങിയുണ്ട്. അപ്പോൾ ശരിക്കും ഈ ലോക ചരിത്രത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഉയർന്നു വന്ന നേതാക്കന്മാരെല്ലാം സാഹചര്യങ്ങളുടെയും സന്ദർഭങ്ങളുടെയും ഒരു ആവശ്യകത, ഒരു ഉൽപ്പന്നമായിരുന്നു അല്ലേ? വീണ്ടും നമ്മൾ നോക്കിയ റോമൻ സാമ്രാജ്യം ഈ റോമൻ ചക്രവർത്തിമാർക്ക് ക്ഷേത്രമുണ്ടാക്കി അവരെ ആരാധിച്ചു. എന്താ കാരണം? ആ കാലത്ത് നാട്ടുരാജാക്കന്മാർ അന്യോന്യം യുദ്ധം ചെയ്തു, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടും ആളുകളെ കൊന്നും സ്വൈര്യത. നമ്മൾ എപ്പോഴും യുദ്ധമാണെന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചേ, ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു കൃഷി വരുമ്പോൾ നല്ല വിളകയറാകുമ്പോഴായിരിക്കും അത് മറ്റു നാട്ടുരാജാക്കന്മാർ വന്ന് ഇവരെ പിടിക്കുന്നത്. എന്ത് ദുരിതങ്ങൾ അനുഭവിച്ചു. അങ്ങനെ ഉള്ളപ്പോഴാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഒരു 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 നല്ല ഭരണകൂടം അവരുണ്ടാക്കി, ജനത്തിനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുത്ത് റോമൻ സമാധാനം കടന്നു വന്നപ്പോൾ അവർ അംഗീകരിച്ചു, ഞങ്ങൾ അവരെ സീസർമാരെ ആരാധിച്ചു, ദൈവത്തെ പോലെ ആരാധിച്ചു. എഗെയിൻ they were the product of the time. തീർച്ചയായിട്ടും. നമ്മൾ കാലത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ ഇന്ന് നമ്മുടെ ചെവികളിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ, ഒരു ഏകലോക ഗവൺമെന്റ്. ഈ ശബ്ദം നേരത്തെ കേട്ടിരുന്നില്ലല്ലോ. ഇത് അടുത്ത കാലത്തായി തുടങ്ങിയത്. എന്തിനാ കേൾക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ലോകത്തിന് മനസ്സിലായി രാഷ്ട്രങ്ങൾ UN ഭരണം കൊണ്ട് കാര്യങ്ങൾ ഇന്ന് നടക്കത്തില്ല. ഉദാഹരണമായിട്ട് കാലാവസ്ഥ വ്യതിയാനം. ടൈം മാഗസിനിൽ എൻ്റെ കിട്ടിയിരിക്കുക. ഇത് ഏത് മാസമാണ്? ഇത് വന്നിരിക്കുന്നത് ഇത് സെപ്റ്റംബർ മാസത്തിൽ 2015. ഇത് ഇന്ത്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണോ? ഇത് ഞാനിതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യൻ എഡിഷൻ ആയിരിക്കണം ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് വരുന്നതാണ്. ലോകപ്രശസ്തമായ ഒരു മാസിക. ലോകപ്രശസ്തമായ എല്ലാ രാജ്യങ്ങളും മിക്ക രാജ്യങ്ങളും പ്രസിദ്ധീകരിക്കുകയും ലോകം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മാസികയാണ് ഇത്. ഈ പ്രവചന പഠനത്തിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാനിത് നല്ല വിലയുണ്ടെങ്കിലും ഇത് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ടൈം മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ വന്നാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞു വന്നത്, ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള ബന്ധത്തിൽ ഈ ശബ്ദമുയർത്തി. ഏതാണ്ട് വത്തിക്കാൻ 180 പേജുള്ള ഒരു പ്രബന്ധമാണ് അതുള്ള ബന്ധത്തിൽ കൊടുത്തത്. ലോകം അത് അംഗീകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ലോക കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. ഈ ലോക കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്നത് ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാനൊക്കെ സാധിക്കുകയില്ല. ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാനൊക്കെ UN സാധിക്കുന്നില്ല. ആഗോളമായി രാഷ്ട്രങ്ങൾ ഒന്നിച്ചെങ്കിൽ മാത്രമേ അത് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഈ കാലാവസ്ഥയുടെ നിയന്ത്രണം വന്നില്ലെങ്കിൽ ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ ചൂട് കൂടുതൽ അനുഭവിക്കുകയാണ്, സഹിക്കാൻ പറ്റാത്ത സ്വല്പം ചൂട് കൂടിയാൽ മതി, ആർട്ടിക് റീജിയനുള്ള മഞ്ഞങ്ങോട്ട് ഒരുക്കിയിട്ട് ഈ കടലിൻ്റെ ഉയരം അങ്ങോട്ട് കൂടും. നമ്മുടെ തീരപ്രദേശത്തുള്ള പല പട്ടണങ്ങളും ഇല്ലാതെ പോകും. വലിയ വ്യതിയാനങ്ങളാണ്, വലിയ സംഭവങ്ങളാണ് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടിയാൽ സംഭവിക്കുന്നത്. പ്രവചനാതീതമായിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും നിയന്ത്രിക്കണം. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ചിനുള്ള ബന്ധത്തിൽ പാരീസിലൊക്കെ കൂടുകയും യൂറോപ്പിൽ അത് കൂടി ഉച്ചകോടികൾ നടക്കുന്നു. പക്ഷേ ഈ ഉച്ചകോടി അത് പ്രാബല്യത്തിൽ വരുത്തുന്ന ഒരു ആഗോളമായിട്ടേ സംഭവിക്കത്തുള്ളൂ. മറ്റൊരു പ്രശ്നം, ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ പ്രതിഭാസമായി ഈ ഭീകര പ്രവർത്തനം. ആഗോളവൽക്കരണത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് വളരെ ശക്തമായ ശബ്ദം ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഉയരുകയാണ്. അത് രാഷ്ട്രീയ കോണങ്ങളിൽ നിന്ന് മാത്രമല്ല, മതപരമായ തലപ്പത്ത് നിന്നും അതുപോലെ
മറ്റ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരുപോലെ ഉയരുകയും. ഉദാഹരണമായിട്ട് നമുക്കറിയാം കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ തലവനാണ് പോപ്പ് ഫ്രാൻസിസ്. ഈ ഒരു സെപ്റ്റംബർ മാസം 2015 എൻ്റെ കിട്ടിയ ടൈം മാഗസിനിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണിച്ചിരിക്കുന്നത് ദ ന്യൂ റോമൻ എംപയർ എന്ന് പറഞ്ഞ പോപ്പിന്റെ പടമാണ്. ദ ഗ്ലോബൽ റീച്ച് ഓഫ് പോപ്പ് ഫ്രാൻസിസ്. പോപ്പ് ഫ്രാൻസിസ് ആഗോളമായ പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് മാനവരാശിക്ക് വേണ്ടി പല കാര്യങ്ങൾ നന്നായി അദ്ദേഹം ചെയ്തു. മനുഷ്യൻ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഒക്കെ വളരെ കൂടി. എന്നാൽ അതിൽ താന് പ്രധാനമായിട്ടൊരു കാര്യം, ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള ബന്ധത്തിൽ അദ്ദേഹം ഈ കാലാവസ്ഥയുടെ വ്യതിയാനത്തോടുള്ള ബന്ധത്തിൽ രാഷ്ട്രങ്ങൾ പല കാര്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി വളരെ ധൈര്യമായി ബോൾഡ് ഒരു കാര്യം അദ്ദേഹം എടുത്ത് ലോക രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു. ഇപ്പം ക്യൂബൻ ക്രൈസിസ്, ഇതൊക്കെ അമേരിക്കയുള്ള ബന്ധത്തിൽ പരിഹരിക്കാൻ കാരണം പുള്ളിയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ലോകത്തിലെ നമ്മൾ മനസ്സിലാക്കാത്ത പല പ്രശ്നങ്ങളുടെ പുറകിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കാലാവസ്ഥയുടെ വ്യതിയാന നിയന്ത്രണത്തിന് വേണ്ടി ആഗോളമായി ലോകരാഷ്ട്രങ്ങൾ ചേർന്നെങ്കിലേ അതിന് പരിഹാരം നടക്കത്തുള്ളൂ. ഒരു രാജ്യം നോക്കിയാൽ നടക്കത്തില്ല. കാരണം പൊള്യൂഷൻ മുകളിലോട്ട് പോയിട്ട്, കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും മുകളിലോട്ട് പോയിട്ടാണ് ഈ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്ന ഈ ഗ്രീൻ ഹൗസ് പോലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു രാജ്യം നോക്കിയാൽ നടക്കത്തില്ല. നമ്മുടെ കാറിൻ്റെയൊക്കെ പുറകില് ഭാരത് 2, 3 എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്, യൂറോ 2, യൂറോ 3. ഇതെല്ലാം അന്തർദേശീയമായ രാഷ്ട്രങ്ങൾ ഒന്നിച്ചുകൂടി കാലാവസ്ഥയുടെ വ്യതിയാനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ പൊള്യൂഷനെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ. അതിന്റെ പേരാ ക്യോട്ടോ പ്രോട്ടോകോൾ. ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെക്കുക. അപ്പോൾ അന്തർദേശീയമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു രാജ്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഉദാഹരണമായിട്ട് മാസ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ, ലോകരാജ്യങ്ങള് ഭീകരമായ ആയുധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. പിന്നെ ഉണ്ടാക്കുക, പരസ്പരം പേടിച്ചിട്ട്. എന്നാൽ ഒരു ഭരണകർത്താവിന്റെ കീഴിലാണ് ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മനുഷ്യന്റെ സുരക്ഷിതത്വം, മനുഷ്യന് ക്ഷേമമായി ജീവിക്കുക, ഇതൊക്കെ ആധുനിക ലോകത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോൾ ഇതിന് പരിഹാരം ഒരു ആഗോള ഗവൺമെന്റ്, ഒരു ആഗോള ഗവൺമെന്റിലേക്കും ആഗോള നിയമത്തിലേക്കും കാര്യങ്ങൾ നീക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2000 വർഷം മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തി അങ്ങനെ ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വന്ന ഒരു ആഗോള നിയന്ത്രണം ഉണ്ടാകും. 2000 വർഷം മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തി. വളരെ അത്ഭുതമാണ്. ഞാനത് ചൂണ്ടിക്കാണിക്കാം. അദ്ദേഹത്തെ ഭരണത്തിൽ കൊണ്ടുവരാൻ ഒരു മത നേതാവ് കൂടെ സഹായിക്കും. ഈ ഏകലോക നേതാവിനെ. അതാണ് നമ്മള് 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സമുദ്രത്തിൽ നിന്ന് മൃഗം കയറുന്നു, എന്നാൽ 11-ാം വാക്യത്തിൽ മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്ന കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു, അത് മഹാസർപ്പം എന്നുപോലെ സംസാരിച്ചു. കുഞ്ഞാടിനുള്ളതുപോലെ, കുഞ്ഞാടെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, യേശുക്രിസ്തുവിന്റെ ഒരു പേരാ. യേശുക്രിസ്തുവിന്റെ പേരാ. അപ്പോൾ അവൻ സംസാരിക്കുന്ന പോലെ, അവനെ പോലെ കൊമ്പുണ്ട്. അപ്പം അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അപ്പൊ അത് യേശുക്രിസ്തു അല്ല. ഈ 11-ാം അധ്യായത്തിൽ അവനെ പോലെ കുഞ്ഞാടിനുള്ളത് പോലെ 2 കൊമ്പുണ്ടായിരുന്നു. എന്നാൽ ഈ 2 വ്യക്തികൾ, ഈ രണ്ടാമത് കാണിക്കുന്ന വ്യക്തി കരയിൽ നിന്ന് കയറി വരുന്നു, ആദ്യത്തെ വ്യക്തി സമുദ്രത്തിൽ നിന്ന് കയറുന്നു. നമ്മൾ ചിന്തിച്ചു, സമുദ്രം ലോക ജനതയെ കാണിക്കുന്നു. ലോക ജനതതി 17-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നീ കണ്ട വെള്ളം ഭാഷകളും വംശങ്ങളും പുരുഷാരങ്ങളും. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ? കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഡിക്റ്റേറ്റേഴ്സ് മുഴുവൻ അവര് കാലത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ്, സാഹചര്യത്തിന്റെ പ്രൊഡക്റ്റ്. ഞാൻ ബാരക് ഒബാമയുടെ ആ സമയത്ത് ഇലക്ഷൻ ഫസ്റ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ അമേരിക്കയിലുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ബ്രദറിനോട് കൂടെ ഒരു ഇലക്ഷൻ ബൂത്തിൽ കടന്നുപോയി. അപ്പൊ അവിടെ മദാമാരൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഇലക്ഷൻ ബൂത്തിലൊക്കെ ഇങ്ങനെ ആളുകൾ ഇരിപ്പുണ്ട്. ഞാൻ അടുത്ത് ചെന്നപ്പം ചോദിച്ചു, വോട്ട് ചെയ്യാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഞാനൊരു വിസിറ്ററാണ്. അപ്പോൾ ആ മദാമ എന്നോട് പറയാം, വി ഡോണ്ട് ലൈക്ക് ടു സീ എ ബ്ലാക്ക് മാൻ ടു ബി അവർ പ്രസിഡന്റ്. പക്ഷേ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് 8 വർഷം ജോർജ് ബുഷിന്റെ മകൻ പ്രവർത്തിച്ച് അമേരിക്കയുടെ സാമ്പത്തിക നിലവാരമൊക്കെ തകർന്ന് ഈ ഇറാഖ് വാറിനകത്ത് കയറുമ്പോൾ ഒരു വല്ലാത്ത സാഹചര്യം നിൽക്കുമ്പോഴാണ് ഈ ബാരക് ഒബാമ, കറുത്ത വർഗ്ഗക്കാരനായ ഈ ബാരക് ഒബാമ വന്ന് ചേഞ്ച് എന്ന് പറഞ്ഞ് ആളുകളെ ഇളക്കി മറിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹം, ഒരു ചേഞ്ച് വേണം. അമേരിക്ക പോലും അതിന് അനുകൂലമായി. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ ആദ്യമായി പ്രസിഡന്റ് ആകുന്നത് ഈ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡന്റ് തീർത്തത്. പിന്നെ അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലോകത്തിന്റെ
നമ്മൾ കാലാവസ്ഥ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ശ്രദ്ധിച്ചാൽ ഒരു ഏകലോക ഗവൺമെന്റിന്റെ ഒരു വക്താക്കളായി ധാരാളം പേർ ഉണ്ടായതിന്റെ കാരണം ലോകത്തിന്റെ സുരക്ഷിതത്വം അതാണ്. അതല്ലാതെ ലോകത്തിന് മുന്നോട്ടൊരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ വ്യക്തി, ഒന്നാമത്തെ വ്യക്തി ഞാൻ ചൂണ്ടിക്കാണിക്കാം, ആഗോളമായ ഭരണത്തിൽ വരുമെന്നുള്ള 7-ാം വാക്യം നോക്കിയാട്ടെ. 13-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. സർവ്വ ലോകത്തിന് മേൽ അധികാരം. ഇറ്റ്സ് എ വേൾഡ് പൊളിറ്റിക്സ്. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇത് എത്ര വർഷം മുമ്പ് പറഞ്ഞതാ? 2000 അല്ലേ? 2000 വർഷം മുമ്പ് രേഖപ്പെടുത്തി. വളരെ അത്ഭുതകരമായിരിക്കുന്നു ബൈബിൾ പ്രവചനം. നമ്മൾ ജീവിക്കുന്ന ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതെ അതെ, ഒരാഗോള ഗവൺമെന്റ് വരാൻ വേണ്ടി ശബ്ദം ഉയർന്നുകൊണ്ട് ഇത്രയും ശാസ്ത്രീയ പുരോഗതി വന്നിട്ടും ഇത്രയും വിദ്യാഭ്യാസം മനുഷ്യൻ ആ കാര്യത്തിൽ കുതിച്ചുചാട്ടം നടത്തിയിട്ടും ഒരു ഗവൺമെന്റിന്, ഒരു രാജ്യത്തിന് പ്രശ്നത്തിന് പരിഹാരം നയിക്കാൻ പറ്റുന്നില്ല, കൊണ്ടുവരാൻ പറ്റുന്നില്ല. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം, നമുക്കൊരു ഏകലോക നേതാവ് വേണമെന്നുള്ള ചിന്തയിലേക്ക് ലോകം നടക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഭീകര പ്രവർത്തനം ലോകരാജ്യങ്ങൾ അംഗീകരിക്കാത്തൊരു പുതിയ പ്രതിഭാസമാണ്. ഭീകരന്മാരും ആഗോളമായൊരു നെറ്റ്വർക്കുണ്ട്. ഈ നമ്മളിവിടെ ബോംബെയിലെ ഭീകരന്മാർ ആക്രമിക്കുമെന്ന് ആരാ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്? അമേരിക്കയുടെ സീക്രട്ട് ഏജൻസും സ്കോട്ട്ലൻഡിലെ സീക്രട്ട് ഏജൻസും ഇംഗ്ലണ്ടിലെ സീക്രട്ട് ഏജൻസുമാണ്. അപ്പം രാഷ്ട്രങ്ങൾ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കായി ഈ ടെററിസത്തിനെതിരായി പ്രവർത്തിക്കാൻ അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഒരാഗോളമായ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു ലോക ഗവൺമെന്റിന്റെ തന്നെ ഒരു പ്രത്യേക പ്രവർത്തനത്തിൽ വന്നിരിക്കുക. അടിത്തറകൾ പാകി ഇത് ശക്തിപ്പെടുക അല്ലാതെ കുറയത്തില്ല. അവസാനത്തെ ഭരണകൂടം വളരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി സകല ഗോത്രത്തിന്മേലും ഭാഷമേലും വംശത്തിന്മേലും അധികാരം കിട്ടുന്ന ഒരു ഭരണകർത്താവ് എഴുന്നേറ്റ് വരികയാണ്. വളരെ വ്യക്തമായി 13-ന്റെ 7 അത് പ്രവചിച്ചിട്ടുണ്ട്. മനുഷ്യൻ ദൈവത്തെ കൂടാതെ പടുത്തുയർത്തുന്ന പ്രസ്ഥാനങ്ങളും ഭരണക്രമങ്ങളും പരാജയപ്പെടും എന്നാണ് ലോകചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്നത്. എന്നാൽ ഇന്നും ദൈവത്തെ വേർപിരിഞ്ഞിട്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗതിയും മനുഷ്യൻ ആഗ്രഹിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രലോകത്തിലും അതുതന്നെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ വന്നെത്തിയിരിക്കുന്നത് ഒരു ലോക ഗവൺമെൻറ് ഇല്ലാതെ മാനവ സമൂഹത്തിന്, ലോക ഗവൺമെൻറ്റുകൾക്ക്, ഓരോ രാജ്യങ്ങളുടെയും ഗവൺമെൻറ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ്. ഞാൻ ഗൾഫ് ഡെയിലി ന്യൂസ് എന്നുള്ള പേരിൽ പ്രസിദ്ധമായൊരു പത്രം ബഹ്റിനിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 1992 വർഷത്തിൽ മെയ് മാസം 8-ാം തീയതി അതിൻ്റെ 3-ാമത്തെ പേജിൽ വന്ന ഒരു വാർത്ത നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രസിദ്ധനായിരിക്കുന്ന മുൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റായിരുന്ന മിഖായേൽ ഗോർബച്ചോവ് നടത്തിയ ഒരു പ്രസംഗമാണ്. അദ്ദേഹം പ്രസംഗം ചെയ്തതും വളരെ അത്ഭുതകരമായ ചരിത്രത്തിൻ്റെ സ്മരണ ഉയർത്തുന്ന ഒരു പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ടായിരുന്നു. അതായത് 1946 മാർച്ച് മാസത്തിൽ വിൻസ്റ്റൺ ചർച്ചിൽ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഇരുമ്പുമറ പ്രഭാഷണം, അയൺ കർട്ടൻ സ്പീച്ച് എന്നറിയപ്പെടുന്നതായ ഇരുമ്പുമറ പ്രഭാഷണം നടത്തിയ അതേ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് മുൻ സോവിയറ്റ് പ്രസിഡന്റ് ഗോർബച്ചോവ് പ്രസംഗിച്ചതായിരിക്കുന്ന ഒരു ചിത്രവും ആ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. US-ലെ ഫുൾട്ടൺ വെസ്റ്റ്മിനിസ്റ്റർ കോളേജിന്റെ ഓണററി ഡോക്ടറേറ്റ് സ്വീകരിക്കുകയായിരുന്നു ഗോർബച്ചോവ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കുക: അന്തർദേശീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ശ്രമിക്കുമ്പോഴെല്ലാം ഒരു ലോക ഗവൺമെന്റ് എന്നുള്ളതായിരിക്കുന്ന ആഹ്വാനം എപ്പോഴും നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അത്തരമൊരു റോൾ ഏറ്റെടുക്കുവാൻ കഴിയും എന്ന് ഗോർബച്ചോവ് അഭിപ്രായപ്പെട്ടു. ജർമ്മനിക്കും ജപ്പാനും മാത്രമല്ല, ഇന്ത്യ, ഇറ്റലി, ഇന്തോനേഷ്യ, കാനഡ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾക്കും സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നും ഗോർബച്ചോവ് ആ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. മലയാള മനോരമ കോട്ടയം എഡിഷൻ മാർച്ച് മാസം 27-ാം തീയതി 2009 എഡിഷനിൽ ഒരു വാർത്ത ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്: ഒരു ഏക ലോക നാണയം വേണം എന്ന് ചൈനീസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിതരെ, അന്ന് ചൈനീസ് ഗവൺമെന്റിന്റെ ആ പ്രഖ്യാപനത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമ നിരാകരിച്ചു എന്നും ഒരു വാർത്ത വരികയുണ്ടായി. ഒരു കാര്യം വളരെ വ്യക്തമാണ്: ലോക രാജ്യങ്ങളെല്ലാം ഭരിച്ച് മടുത്ത് തകർന്ന് തളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ലോകത്തിന് മുന്നോട്ട് പോകുവാൻ ഒരു ഏകലോക നേതാവിനെ വേണം
ഏകലോക നാണയ വ്യവസ്ഥിതി വേണം, ഏക ലോക ഗവൺമെന്റ് വേണം എന്നുള്ള ചിന്ത ലോകരാജ്യ രാക്ഷസന്മാരുടെ മസ്തിഷ്കത്തിൽ, ഹൃദയത്തിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ നാം ഓർക്കണം, ഈ ഏകലോക ഗവൺമെന്റിനെ കുറിച്ച്, ഏകലോക ഭരണക്രമത്തെക്കുറിച്ച്, ഏകലോക ഭരണ അധികാരിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിന്റെ പേജുകളിൽ, പ്രവചനങ്ങളിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളുടെ പഠനത്തിലേക്കും പ്രഭാഷണ പരമ്പരയിലേക്കും ഇന്നും നിങ്ങളെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കേൾക്കുക, ചിന്തിക്കുക, പഠിക്കുക. പ്രപഞ്ചനാഥന് വേണ്ടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കിടയായെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതിന് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് എത്തുകയില്ല. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.